എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ തുടങ്ങുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിനാണ് നാളെ തിരശ്ശീല ഉയരുക. കേരളം മുഴുവൻ ശ്രദ്ധാകേന്ദ്രവും അനന്തപുരി കൊണ്ടുപോകും നാളെ മുതൽ. കാരണം ഇത്രയധികം കുട്ടികൾ, കൗമാര പ്രതിഭകൾ ഒന്നിച്ച് മാറ്റുരയ്ക്കുന്ന ഒരു കലാമാമകം ഏഷ്യയിൽ തന്നെ മറ്റൊന്നുമില്ല. ലോകത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏറ്റവും കൂടുതൽ മത്സരവേദികൾ തിരുവനന്തപുരത്തുണ്ടാകും. ഈ മത്സരവേദികൾ ഓരോ പ്രതിഭയും മാറ്റുരയ്ക്കുമ്പോൾ അതിൻ്റെ ശക്തി സാധ്യത കണ്ട് നമ്മൾ അത്ഭുതപ്പെടും. ചിലപ്പോഴൊക്കെ നമ്മൾ അമ്പരന്ന് പോകും. കൗമാര കലാമാമകം നാളെ കുടിയേറും. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സമഗ്ര കവറേജ് ഉറപ്പുവരുത്താൻ ടീം 24 സജ്ജമായി എന്നുള്ള കാര്യമാണ്. ഏതാണ്ട് 80 പേരടങ്ങുന്ന ഒരു സംഘമാണ് തലസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഈ കലോത്സവ മാമാങ്കത്തിൻ്റെ ഓരോ ദൃശ്യവും നഷ്ടപ്പെട്ടു പോകാത്ത പ്രേക്ഷകർക്ക് ഒപ്പിയെടുത്ത നിങ്ങളുടെ സ്വീകരണ മുറികളിൽ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, മറ്റ് പ്ലാറ്റ്ഫോമുകൾ എത്തിക്കുകയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം. ആ ദൗത്യത്തിൻ്റെ സാധ്യതകൾ നാളെ മുതൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ കാലത്തൊക്കെ ടെലി ട്രാൻസ്പോർട്ടിംഗ് സാങ്കേതിക സാധ്യതയിലൂടെ ഈ കലോത്സവം നടക്കുന്ന വേദികളിൽ നിന്ന് പ്രതിഭകളെ അവരുടെ പ്രകടനങ്ങളുമായി അതോടെ ഒപ്പിയെടുത്ത് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരുന്ന നൂതന സാങ്കേതികവിദ്യ നമ്മൾ പരീക്ഷിച്ചു. 2-3 വർഷങ്ങളായി നടക്കുന്നു. ഈ ടെലി ട്രാൻസ്പോർട്ടിംഗ് സാങ്കേതിക സാധ്യത അനന്തപുരിയിൽ നമ്മൾ പരീക്ഷിക്കും. ഒരുപാട് പ്രതിഭകളുടെ പ്രതിഭാ പ്രകടനങ്ങൾ നമ്മൾ ഫ്ലോറിലേക്ക് കൊണ്ടുവരും. 24 അതിസുന്ദരമായ ലാവണ്യത്തോടെയുള്ള ഒരു കലോത്സവ കാഴ്ച പ്രേക്ഷകർക്കായി നാളെ മുതൽ ഒരുങ്ങുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ടീം അവിടെ സജ്ജമായി കഴിഞ്ഞു. കലോത്സവ നഗരിയിൽ നമ്മുടെ 24ൻ്റെ ടീം നമുക്കൊപ്പം ചേരുകയാണ്. ഹായ് മൈ ടീം, പ്രൈം ടൈമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നാളെ മുതൽ നമുക്ക് കുറച്ച് പൊളിക്കാനുണ്ട്. അപ്പോൾ പ്രജിൻ സി കണ്ണൻ, എന്തൊക്കെയാണ് പറയൂ പ്രജിൻ്റെ ലീഡർഷിപ്പിൽ കുറേ അധികം ആൾക്കാരെ ഞാൻ കാണുന്നു. രാവിലെ കുറച്ച് ആൾക്കാരെ നമ്മൾ കാണുകയും ചെയ്തു മോർണിംഗ് ഷോയിൽ. നമ്മൾ ഓരോരുത്തരും ലീഡേഴ്സാണ്. അതെനിക്കറിയാം. എന്നാലും തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഓരോരുത്തരും ലീഡേഴ്സാണ്. അതെ, അതുകൊണ്ട് ഓക്കെ, താങ്ക് യു എസ് കെ. അപ്പോ അലക്സിനെയും കണ്ടു, സന്തോഷം. ഇന്നോട്ട് കണ്ടു തുടങ്ങുകയാണ് എസ് കെ. സജീവമായ രംഗത്തുണ്ട്. നന്നായി വർദ്ധിത വീര്യം വന്നല്ലോ. എന്തായാലും സകല കലയുടെ തലസ്ഥാനമായി നമ്മുടെ തിരുവനന്തപുരം മാറുന്നു. ആ രീതിയിൽ വർദ്ധിത വീര്യത്തിലാണ് അലക്സും നമ്മളെല്ലാവരും എസ് കെ. അപ്പോൾ സമഗ്ര കവറേജ് ഉറപ്പാക്കാൻ നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 25 വേദികളാകെയുണ്ട്. അതിൽ 24 വേദികളിലും പരിപാടികളുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ വിപുലമായ ഒരുക്കങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ എത്തുന്ന വിവിധ പ്രതിഭകൾ അവരുടെ പെർഫോമൻസുകൾ സെപ്പറേറ്റ്, അതായത് നമ്മുടെ TTS നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെലി ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം വഴി പ്രേക്ഷകരിലേക്ക് എത്തും. അത് നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്, കഴിഞ്ഞ മികച്ച ടെക്നോളജിയാണ് ഇത്തവണ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇത്തവണയുണ്ട്. മാത്രമല്ല 9 വർഷങ്ങൾക്ക് ശേഷമാണ് തലസ്ഥാന നഗരിയിലേക്ക് ഈ കലോത്സവം എത്തുന്നത്. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഇവിടെ മൊത്തത്തിൽ കാണാം. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രധാന വേദിക്ക് മുന്നിലാണ്. MT നിള എന്നാണ് ഈ വേദിക്ക് പേര് നൽകിയിരുന്നത്. MTയുടെ നിര്യാണത്തിന് ശേഷം ആ പേര് ഭാരതപ്പുഴ എന്ന പേര് മാറ്റുകയായിരുന്നു. അങ്ങനെ ഓരോ നദികളുടെയും പേരിലാണ് ഈ 25 വേദികളും അറിയപ്പെടാൻ പോകുന്നത്. അങ്ങനെ ഓരോ വേദികളിലും നാളെ തൊട്ട് കലാപ്രതിഭകളുടെ അല്ലെങ്കിൽ അത്ഭുത പ്രതിഭകളുടെ വിസ്മയ പ്രകടനങ്ങളുണ്ടാകും. അത് കാണാൻ ആയിരക്കണക്കിന് പേർ ഈ വേദികളിലേക്ക് എത്തുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ടീമുകളെല്ലാം വിവിധ പ്ലാനുകളായി റെഡിയാണ്. സ്മിത ഹരിദാസ് ഉണ്ട്, ഒപ്പം നമ്മുടെ പ്രവിത ലക്ഷ്മി ഉണ്ട്. ഇപ്പം നമുക്കിപ്പം ഒരു കൊച്ചുകുട്ടിയുണ്ട്. ഇന്നിവിടെ ട്രോഫി അല്ലെ, സ്വർണ്ണക്കപ്പ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരു ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത ആളാണ് മൊഴി അല്ലേ? ഏത് സ്കൂളിലാണ്? എങ്ങനെയുണ്ടായിരുന്നു എന്ത് ഘോഷയാത്രയൊക്കെ? അടിപൊളിയായിരുന്നു. ഇപ്പൊ മോഹിനിയാട്ടക്കാരിയായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നോ? 2 പേരുണ്ടായിരുന്നു മോഹിനിയാട്ടത്തിന്റെ. അപ്പൊ അലക്സ് എസ് കെ, അത് ഘോഷയാത്രയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് 117.5 പവന്റെ കപ്പാണ്. ആ കപ്പ് കണ്ണൂരാണ് കൈവശം വെച്ചിരുന്നത്. കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വലിയ ഘോഷയാത്രയായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അവിടെ നിന്ന് അത് പൂജപ്പുരയിലേക്കൊക്കെ പോയി, പൂജപ്പുരയിൽ നിന്ന് PMG വഴി വലിയ ഘോഷയാത്ര, അത് മൊഴിയടക്കമുള്ള നിരവധി കുട്ടികൾ, പ്രതിഭകൾ, അവർ കൂടി ആ ഘോഷയാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ആ കപ്പ് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. സ്കാൻ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ആ പ്രധാനപ്പെട്ട വേദിയുടെ മുന്നിലാണുള്ളത്. നമ്മുടെ പവലിയൻ ഇവിടെയുണ്ട്. അതുമാത്രമല്ല TTS സ്റ്റുഡിയോ, ഇനി റിവേഴ്സ് TTS വഴി എസ് കെൻ ഇവിടെ വരണമെങ്കിൽ അതിനും സജ്ജമാണ് എന്ന് നമ്മുടെ ടീം അംഗങ്ങൾ അല്പം മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ കണ്ണൂരിൽ നിന്ന്, കണ്ണൂരിൻ്റെ കരുത്തൻ
സജോ ഇവിടെ എത്തിയിട്ടുണ്ട്. സജോ ആണ് കഴിഞ്ഞ തവണ കണ്ണൂരിലേക്ക് കപ്പ് കൊണ്ടുപോയതെന്നാണ് പറയുന്നത്. എസ് കെ നല്ലൊരു കാര്യം കൂടി ഉണ്ട്, തമാശ കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ 2016 തിരുവനന്തപുരത്ത് ഈ കലോത്സവം അവസാനമായി നടക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ കപ്പ് നേടിയ ജില്ലകളുടെ പട്ടികയിൽ 2ാമതാണ് തിരുവനന്തപുരം എന്നുള്ളതാണ്. 17 കപ്പുകൾ തിരുവനന്തപുരം നേടിയിട്ടുണ്ട്. അത് പക്ഷേ കുറേ വർഷങ്ങളായി എന്നുള്ളതാണ്. പക്ഷേ കണ്ണൂരൊക്കെ കപ്പ് നേടി അങ്ങനെ നിൽക്കുകയാണ്. ഈ കലാപൂരം കഴിയുന്നവരെ ഇവിടെ വെക്കാം, അത് കഴിഞ്ഞ് ഞാൻ കപ്പുമായിട്ട് കണ്ണൂരേക്ക് അതാണ് എസ് കെ കണ്ണൂരേക്ക് മടങ്ങുമെന്നാണ് സജോ പറയുന്നത്. പക്ഷേ സജോ തൽക്കാലം വിടാൻ ഞങ്ങൾ എന്തായാലും ഉദ്ദേശിക്കുന്നത്. സലീമൊക്കെ ഇവിടെ റെഡിയാണ്. സജോയെ കണ്ണൂരേക്ക് വിടില്ല, ഇവിടെ കൂടാം. കപ്പ് വേണേ കണ്ണൂരേക്ക് പോവുകയോ തിരുവനന്തപുരത്തേക്ക് ചെയ്യട്ടെ. ആ പറഞ്ഞത് എന്തൊരു ധ്വനി ഉണ്ടോന്ന് സംശയം. അതെ 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 സജോ ഇവിടെ തുടരാനാണ് സാധ്യത. ആ വണ്ടിയെ തന്നെ അങ്ങോട്ട് പോവാണ്. എസ് കെ അങ്ങനെ ഒരുപാട് മോഹങ്ങളുമായിട്ടാണ് സജോ വണ്ടി കയറി ഇവിടേക്ക് എത്തിയത്. നമ്മുടെ ടീം എല്ലാം സജ്ജമാണ്. ഉമേഷ് ഉണ്ട്, പ്രതീഷ് ഉണ്ട്, അജീഷ് ഉണ്ട്. എങ്ങനെയുണ്ട്, എന്തായി സ്റ്റോറികളൊക്കെ? സ്റ്റോറികൾ ഒന്നും കൊടുത്തില്ല. നാളെ മുതൽ നമ്മൾ കൊടുത്തു തുടങ്ങും. നാളെ മുതൽ സജീവമാവും നമ്മൾ. അതെ അതെ, 2016 ശേഷം തിരുവനന്തപുരത്ത് വരുമ്പോൾ ആ ഒരു ആവേശമെല്ലാം നമ്മുടെ ഈ തലസ്ഥാനത്തുണ്ട്. എസ്കാൻ ഈ 117.5 പവനുള്ള ഈ ട്രോഫി അത് രൂപകൽപ്പന ചെയ്ത ശില്പിയുടെ സ്റ്റോറിയൊക്കെ ഇന്ന് പ്രതീക്ഷ പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നൊരു പരാതി അദ്ദേഹം പറഞ്ഞിരുന്നു. അല്പം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തി അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. അതെ അതെ, ആ ക്ഷണിച്ചില്ലെന്നൊരു പരാതി, ഒരു അതൃപ്തി ആദ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ വൈകിയെങ്കിലും ആ ഒരു ക്ഷണം ഉണ്ടായി, അതിൽ സന്തോഷമാണ്. അതിൽ 24 സന്ദേശമുണ്ട്. എസ്കാൻ ഉമേഷ് സാറുണ്ട്. ഉമേഷ് സാർ എങ്ങനെയുണ്ട്? സുഖം. നമ്മൾ 2016 റിപ്പോർട്ട് ചെയ്ത ഒരു അനുഭവമുണ്ട്. അതിനുശേഷം വീണ്ടും 9 വർഷത്തിന് ശേഷം വീണ്ടും ഒരു കലോത്സവം റിപ്പോർട്ട് ചെയ്യണം. ഇതുവരെ അതിന് ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് തോന്നി കലോത്സവം പൊളിക്കാം. പൊളിച്ചേക്കാം. എസ് കെ നമ്മുടെ ആങ്കേഴ്സിനെയൊക്കെ സുന്ദരന്മാരും സുന്ദരികളുമാക്കുന്ന ഷബീറാണ്. സജ്ജമല്ല സജ്ജമല്ല ഷർബീർ ആദ്യമേ പറഞ്ഞു ദൈവേ തന്നോട് സംസാരിക്കാൻ പറയുന്നത് ഞാൻ പുറകേക്ക് നിന്നോളാം. എന്തായാലും എസ് കെ നമ്മൾ ഫുൾ സജ്ജമാണ്. എസ് കെ സൂചിപ്പിച്ചതുപോലെ 80 രൂപ അടക്കുന്ന നമ്മുടെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഗാനഗോകുലം പ്രവിത ലക്ഷ്മിയുടെ ഉണ്ട്, നമ്മുടെ പ്രിയ കവയത്രി സ്മിത ഹരിദാസ് ഉണ്ട്, നമ്മുടെ ഡാൻസർ ഷഹദ് റഹ്മാൻ ഉണ്ട്, പിന്നെ നമ്മുടെ പുതിയ ആൾ ഇവിടെ ഉണ്ട് മേഘന മുരളി ഉണ്ട്. നമുക്ക് പുതിയ ആളാണ്, നമ്മുടെ ടീമിലേക്ക് വന്നതാണ്. ആദ്യം മേഘനയെ തുടങ്ങാം. മേഘന, അപ്പോൾ 24 എത്തിയ ശേഷമുള്ള ഒരു വലിയ ഇവന്റാണ് കലോത്സവം. എന്താണ് ഫീൽ? ആദ്യ കലോത്സവ റിപ്പോർട്ടിംഗ് അനുഭവമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ 24ന്റെ കൂടെ ഇങ്ങനെ ഒരു വലിയ ഒരു പരിപാടി ആദ്യമായിട്ടാണ്. അത് ഇത്ര നമ്മൾ തകർക്കും. ആ തകർക്കാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ തന്നെയാണ്. മനസ്സിൽ പലതും കരുതി കൂട്ടി വെച്ചിട്ടുണ്ടല്ലേ? പലതും കരുതിയിട്ടുണ്ട്. നമുക്ക് തകർക്കും, തിമിർക്കും, പൊളിക്കും. നമ്മൾ ഒരുപാട് പുതുമകൾ ഈ പ്രാവശ്യം കണ്ടു. നമ്മൾ ഈ കുട്ടികളിൽ നിന്നൊക്കെ പച്ചക്കറി, പലവ്യഞ്ജനം, അതുപോലെ ഭക്ഷണത്തിനുള്ള വിളമ്പാനുള്ള, അതൊക്കെ ഇങ്ങനെ കുട്ടികളിൽ നിന്നൊക്കെ ശേഖരിച്ചിട്ട് അവർക്ക് അതിന്റെ പൈസ കൊടുക്കുന്നു. അപ്പോൾ ആ രീതിയിലൊരു പൊതുജന പങ്കാളിത്തം കൂട്ടാനും ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ പുതുമകളാണ്. ഒരുപാട് പുതുമകൾക്കായി കാത്തിരിക്കുകയാണ് നമ്മൾ. നർത്തകിയും ഗായികയുമായ പറയൂ. അത് എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഇത്തവണ എന്തൊക്കെ പുതുമ ഉണ്ടാകും. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആങ്കർ ചെയ്യാനോ റിപ്പോർട്ട് ചെയ്യാനോ വന്നതിനപ്പുറം ഈ കലോത്സവം കാണുക എന്നുള്ളത് എനിക്കൊരു വലിയ ഓർമ്മകൾ മാത്രമല്ല, ഇപ്പൊ എന്തൊക്കെ ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഭരതനാട്യത്തിലാണെങ്കിലും മോഹിനിയാട്ടത്തിലാണെങ്കിലും ഗ്രൂപ്പ് ഡാൻസിലാണെങ്കിലും ഞാൻ മത്സരിച്ചിട്ടുള്ള ഇനങ്ങളിലൊക്കെ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര താല്പര്യം. എന്നെ സംബന്ധിച്ചും ഈ പറഞ്ഞ പ്രവിധ പറഞ്ഞതുപോലെ തന്നെ കപ്പ് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം കുറെ വർഷം കോഴിക്കോട് വെച്ച കപ്പല്ലേ, ഇടയ്ക്കൊന്ന് കണ്ണൂരിലേക്ക് പോയെന്നേ ഉള്ളൂ. അപ്പം ആ ആഗ്രഹമുണ്ട്. ഒപ്പം തന്നെ അതെ, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മറ്റ് പരിപാടികളൊക്കെ കാണുക എന്നുള്ളത്. എല്ലാവരും ഉണ്ട്. താങ്ക് യു മൈ ഡിയർ ഗായ്സ്. അപ്പോൾ പൊളിച്ചോളണം, എല്ലാവരും റെഡി ആയിരിക്കും. ഞാനും പറഞ്ഞവിടെ വരും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ നമുക്ക് ഒരു വിഷയം തിരുവനന്തപുരത്ത് 80 അംഗ ടീമിനൊപ്പം ചേരാൻ ഞാനും ഹാഷ്മിയും ഒക്കെ തലസ്ഥാനത്ത് പോകുന്നുണ്ട്. കലോത്സവം അടിപൊളിയായിട്ട് പ്രേക്ഷകരുടെ സ്വീകരണ മുറികളിലേക്ക് എത്താൻ പോകുന്നു. നാളെ മുതൽ നാളെയാണ് ഈ കലോത്സവത്തിന് കൊടിയേറുക. ഇനി നമുക്ക് മറ്റൊരു സ്റ്റോറിയിലേക്ക് പോകാം. തലസ്ഥാനത്തെ കലോത്സവം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് ഇത്തിരി സ്പെഷ്യലാണ്. ഒരു കാലത്ത് കലോത്സവത്തിലെ താരമായും കലോത്സവം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകയായും ഒക്കെ വേദികളിൽ സജീവമായിരുന്നു വീണ ജോർജ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കലാമാമാങ്കത്തിന് പതാക ഉയരുമ്പോൾ എന്താണ് ഈ പഴയകാല പ്രതിഭയായ ഇപ്പോഴത്തെ ഈ മന്ത്രിക്ക് പറയാനുള്ളത്? എനിക്ക് മുന്നിൽ കലോത്സവത്തിൻ്റെ പ്രധാന വേദി നിള, പുറകിൽ സെക്രട്ടേറിയറ്റ് അനക്സ് 2. ഇതിന് രണ്ടിനുമിടയിൽ കലോത്സവ ഓർമ്മകളുമായി ഒരാളുണ്ട്. കലോത്സവം പലതരം ഓർമ്മകളുടേത് കൂടിയാണ്. ഇക്കുറി സംസ്ഥാന കലോത്സവം തലസ്ഥാനത്ത് കൊടിയേറുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇത് ഇരട്ടി മധുരം. ഇവിടെ ഈ പന്തൽ ഉയർന്നു നിന്നത് കാണുമ്പോൾ മനസ്സിന് ഒരിക്കലും നമ്മൾ വാക്കുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു വലിയ അനുഭവമാണ്. അപ്പോൾ അതിൻ്റെ കൗതുകവും അതിൻ്റെ സന്തോഷവും വിഷമവും ഉണ്ട്. നമ്മൾ കണ്ണു നിറയുന്ന പോലെ തോന്നും. ഇപ്പോൾ സ്കൂൾ തലത്തിലൊക്കെ എല്ലാത്തിനും പേര് കൊടുക്കും.
കഥാരചന കവിതാരചന ഉപന്യാസം വരെ കൊടുക്കും. ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ അഭ്യസിച്ചിട്ടുണ്ട് കുറച്ച് നാൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് നാടോടി നൃത്തമുണ്ട്. ഒരു സ്കൂളിൻ്റെ ഈ ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് സംഘനൃത്തത്തിൻ്റെ ഭാഗമാണ്. കലാതിലകം സംബന്ധിച്ച് നമ്മുടെ നവ്യയും അമ്പിളിയും ഒക്കെയുള്ള, അപ്പോൾ അന്ന് ഞാൻ ആദ്യമായിട്ടത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം എൻ്റെ റൂമിൽ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ജനൽ അവിടേക്കാണ് തുറക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗ്രില്ലുണ്ട്. ഗ്രില്ലിൻ്റെ ഒരു തടസ്സമുണ്ട്. പക്ഷെ എന്നാലും 1991 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ടിൽ 2ാം സ്ഥാനവും 92-ൽ 1ാം സ്ഥാനവും നേടിയ കലോത്സവ വേദികളിലെ മിന്നും താരം വീണ കുര്യാക്കോസ്. സെക്രട്ടേറിയറ്റ് അനക്സ് 2-ലെ 7ാം നിലയിൽ നിന്ന് മന്ത്രി കലോത്സവ വേദിയിലേക്ക്. തൊട്ടടുത്തായി പതാക ഉയർത്താൻ ഒരുക്കിയ സാക്ഷാൽ വീണയും. കലോത്സവ നഗരിയിൽ നിന്ന് ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ഓക്കെ, ഒരുപാട് പഴയകാല ചിന്തകളും ഓർമ്മകളും ഒക്കെ വീണ ജോർജിനുണ്ടാകും. ആ ഓർമ്മകളുമായി കലോത്സവ വേദിയിൽ പുതിയ ഇനങ്ങളൊക്കെ കാണട്ടെ. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി ഇന്ന് വന്നു. നിങ്ങൾക്കറിയാം ആ വിധി ഏതെന്ന്. പെരിയ ഇരട്ട കൊലക്കേസിൻ്റെ വിധിയാണ് ഞാൻ പറയുന്നത്. ആ വിധി ഇന്ന് കൊച്ചിയിൽ പ്രഖ്യാപിക്കപ്പെട്ടു. പ്രതികൾ അഴിക്കുള്ളിൽ. അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണീര് എന്ന് തോരും. അവർക്കൊരിക്കലും ഓർമ്മ മറവിയിലേക്കൊന്നും ഇത് തള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഓർമ്മകളാണ് ഇങ്ങനെ വരുന്നത്. കേരള മനസാക്ഷിയെ നടുക്കിയ പെരിയ ഇരട്ട കൊലക്കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും CPM മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്ക് 5 കൊല്ലം വീതം തടവുമെന്ന് CBI സ്പെഷ്യൽ കോടതി വിധിച്ചു. അക്രമ രാഷ്ട്രീയം മൂലം 2 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസാണിതെന്ന് വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാണിച്ചു. വിധി പകർപ്പ് 24. അക്രമരാഷ്ട്രീയം മൂലം 2 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസെന്ന ആമുഖത്തോടെയാണ് കോടതി ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചതായി കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ 1 മുതൽ 8 വരെയും 10-15 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും മുൻ MLAയും CPIM നേതാവുമായ KV കുഞ്ഞിരാമനടക്കം 14, 20, 21, 22 പ്രതികൾക്ക് 5 വർഷം തടവും വിധിച്ചു. ഇതിൽ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ജീവപര്യന്തവും പിന്നെ ഓരോ ലക്ഷം രൂപ വീതം 2 സെക്ഷന് 1 ലക്ഷം രൂപ വീതം എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം. ബാക്കി 14-ാം പ്രതിയും 20 മുതൽ 22 വരെ പ്രതികൾക്കും 5 വർഷം തടവും 10,000 രൂപ ഫൈനും. അപ്പീലുമായി കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ പ്രതികരിച്ചു. ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള മറ്റു നടപടികൾ കൈക്കൊള്ളുന്നതാണ്. ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വിധിയുടെ പകർപ്പുകൾ ലഭിക്കാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന് കോടതിയിൽ പ്രതിഭാഗം ഇന്നും വാദിക്കുകയുണ്ടായി. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ല. പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ലെന്നും മാനസാന്തരത്തിന് സാധ്യതയുണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് വിധി പ്രഖ്യാപിച്ചത്. 24 പ്രതികളിൽ 10 പേരെ നേരത്തെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. S. ശ്രീകാന്ത്, 24, കൊച്ചി.
അനൂപ് കെ ജി പറയുന്നു, ഒരു യൂട്യൂബ് സന്ദേശമാണ്. താങ്കൾ കൂടുതൽ വിശദീകരിക്കേണ്ട, കുറേ സമയമായി 24 ഇത് കാണുന്നു, എല്ലാ മനസാക്ഷിയും 24 കാണണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ അനൂപെ, ഞാൻ രാവിലെ തന്നെ ഈ നിലപാടിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഒരു രാഷ്ട്രീയ കൊലപാതകത്തിനും ഞാൻ അനുകൂലമല്ല. രാഷ്ട്രീയ കൊലപാതകങ്ങളല്ല, ജനാധിപത്യപരമായ സംവാദങ്ങളും ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. മാത്രമല്ല അതിൻ്റെയൊക്കെ കാലം പോയി. ഗുണ്ടായിസവും അതുപോലെ കൊലപാതകവും കത്തിയെടുത്ത് കുത്തിക്കൊല്ലലും അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. പുതിയ തലമുറ വളർന്നു വരികയാണ്. അവർക്ക് ഈ ചോര ചിന്നതിനോടൊന്നും വലിയ താല്പര്യം കാണില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം, പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ. നമ്മൾ എത്ര മൂടി വെച്ചാലും ഈ വിധി കുറേ ആളുകളെ വേട്ടയാടുക തന്നെ ചെയ്യും, ഉറപ്പാണ്. ശിക്ഷാവിധി കേട്ട് പൊട്ടിക്കരഞ്ഞ് ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബാംഗങ്ങൾ. കല്യോട്ടെ സ്മൃതി മണ്ഡപം വികാരനിർഭരമായ കാഴ്ചകൾക്ക് ഇന്ന് സാക്ഷ്യം വഹിച്ചു. പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ലഭിച്ചത് ആശ്വാസമാണെന്നാണ് കുടുംബവും പറഞ്ഞത്. പക്ഷേ 10 പേരെ വെറുതെ വിട്ടതിനെതിരെ നിയമ പോരാട്ടം തുടരുമെന്നും കുടുംബാംഗങ്ങൾ. 6 വർഷമായി കാത്തിരിക്കുന്നു. ഞങ്ങളെ മക്കളെ ഇല്ലാതാക്കി ശിക്ഷ കിട്ടാൻ വേണ്ടിട്ട്. തൃപ്തരാണോ വെച്ചാല് അതെ. കൃപേഷിന്റെ അമ്മ ബാലാമണിയുടെ ഈ കണ്ണീരിലുണ്ട് അവർ നേരിട്ട വേദനയുടെ ആഴം. ഒപ്പം 6 വർഷം നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ നീതി ലഭിച്ചതിന്റെ ആശ്വാസവും. എറണാകുളം CBI കോടതിയിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ കല്യോട്ടെ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി മണ്ഡപത്തിൽ വൈകാരിക നിമിഷങ്ങൾ. നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രതികൾക്ക് വധശിക്ഷ കിട്ടണമെന്നാണ് ആഗ്രഹിച്ചതെന്നും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. വിധി ആശ്വാസമുണ്ട്, ആശ്വാസമില്ല എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കി തൂക്കുകയർ വരെ പോവാമെങ്കിലും കിട്ടിയതിലത്തേക്ക് ഞങ്ങൾ ഒരു പരിധിവരെ തൃപ്തരാണ്. ശിക്ഷ വെച്ചാൽ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. വധശിക്ഷ കിട്ടിയില്ല. പക്ഷേ ഈ വിധിക്ക് സന്തോഷമാണ്. പൂർണ്ണ തൃപ്തരല്ല. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ച പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ സാധിക്കാത്തതിൽ ഇരു കുടുംബങ്ങൾക്കും നിരാശയുണ്ട്. ഒപ്പം 10 പ്രതികളെ വെറുതെ വിട്ടതിലും. കോൺഗ്രസ് നേതൃത്വത്തോട് ആലോചിച്ച് നിയമപോരാട്ടം തുടരാനാണ് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബങ്ങളുടെ തീരുമാനം. കല്യോട്ട് നിന്നും ടീം 24. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന CPM വാദത്തിൻ്റെ വായടപ്പിക്കുന്നതായി ഇരട്ടക്കൊലക്കേസിലെ ഇന്നത്തെ ശിക്ഷാവിധി. മുൻ MLAയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ അടക്കം കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ CPM നേതാക്കളാണ്. ക്രൈംബ്രാഞ്ചിൻ്റെ പ്രതിപട്ടികയില്ലാതിരുന്ന നേതാക്കളും ശിക്ഷിക്കപ്പെട്ടത് സർക്കാരിന് കനത്ത തിരിച്ചടിയായി. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നേതാക്കളും പ്രവർത്തകരും പ്രതിസ്ഥാനത്ത് വരുമ്പോഴെല്ലാം CPIM സ്ഥിരം ഒരു പല്ലവി പാടും, പാർട്ടിക്ക് പങ്കില്ല. ഈ വാദത്തെ തകർത്ത് തരിപ്പണമാക്കുന്നതാണ് CBI കോടതിയുടെ വിധി. കോടതി കുറ്റം കണ്ടെത്തി ശിക്ഷ വിധിച്ചവരിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുതൽ സാധാരണ അംഗം വരെയുണ്ട്. മുൻ MLA KV കുഞ്ഞിരാമനാണ് അതിൽ പ്രധാനി. നേതാക്കൾ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ടതോടെ പാർട്ടിക്ക് പങ്കില്ലെന്ന വാദം തെറ്റാണെന്ന് വ്യക്തമാക്കുകയാണ്. എങ്കിലും വെറുതെ വാദിക്കാമെന്ന് മാത്രം. പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി ഉണ്ടായ ഒരു സംഭവമല്ല എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞാണ്, ഇന്നും അത് തന്നെയാണ് കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടും പറയുന്നത്. രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ CPIMനെ ഈ കേസിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ച നിലപാടിനെ ഫലപ്രദമായി ശക്തിയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നില സ്വീകരിക്കും എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയുന്നത്. കൊലപാതക കേസിൽ CPIMന്റെ മുൻ MLAയും ജില്ലാ സെക്രട്ടറി അംഗമായ ഒരു നേതാവിന് ശിക്ഷ ലഭിക്കുന്നത് സമീപകാലത്ത് ഇതാദ്യമാണ്. TB വധക്കേസിൽ കോഴിക്കോട്ടെ നേതാവ് P മോഹനൻ പ്രതിയായതാണ് ചരിത്രത്തിലെ മറ്റൊരു സംഭവം. എന്നാൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ CPMനെതിരായിട്ടുള്ള ഗൂഢാലോചന പൊളിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. CPIM ഈ കേസിൽ ഗൂഢാലോചന നടത്തി പ്രതികളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന പ്രശ്നം ഈ കേസിൻ്റെ വിധിയുടെ ഭാഗമായിട്ട് തന്നെ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. CPIMന്റെ കാസർകോട്ടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു മുൻ MLA KV കുഞ്ഞിരാമൻ. കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ ആ സാധ്യതയും അടഞ്ഞു. 24 തിരുവനന്തപുരം. പ്രൈം ടൈമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിധി ഈ മാസം 17-ാം തീയതി വരികയാണ്. പാറശാലയിലെ ഷാരോൺ രാജ് കൊലപാതക കേസിലാണ് വിധി വരിക. നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. വിഷയത്തെക്കുറിച്ച് പ്രതി ഗ്രീഷ്മ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നത് കൊണ്ടെന്ന് പ്രതിഭാഗം വാദിച്ചു. സാഹചര്യ തെളിവുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം.
ഷെഫീദ് റാവുത്തർ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെഫീദ്, വളരെയേറെ കോളിളക്കം സൃഷ്ടിച്ച കുപ്രസിദ്ധമായ ഒരു കേസാണിത്. ഈ കേസിന്റെ വിശദാംശങ്ങൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ കോളിളക്കമുണ്ടാക്കിയ കേസന്വേഷണത്തിന് നാൾവഴികളിൽ പോലീസ് തന്നെ കണ്ണു തള്ളിപ്പോയ ഒരു വലിയ സംഭവമാണ് പാറശാല ഷാരോൺ രാജ് കൊലപാതക കേസ്. 2022 ഒക്ടോബർ 14 തീയതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ പാറശാല സ്വദേശിയായ ഷാരോൺ കൊല്ലപ്പെടുന്നത്. പിന്നാലെ തിരുവനന്തപുരം റൂറൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്, അതേപോലെ തന്നെ പ്രോസിക്യൂഷന്റെ വാദമൊക്കെ ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ കാമുകിയായിട്ടുള്ള പെൺസുഹൃത്തായിട്ടുള്ള പാറശാല സ്വദേശി തന്നെയായിട്ടുള്ള ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി നൽകി ഷാരൂഡിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതിന്റെ കാരണവും പ്രോസിക്യൂഷനും പോലീസ് റിപ്പോർട്ടിനുമൊക്കെ മെൻഷൻ ചെയ്തത് ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വന്നപ്പോൾ ഷാരൂഡിനെ ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ കൊലപാതകം, അതിന്റെ മോട്ടീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നെയ്യാറ്റിങ്കര സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിരത്തിയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പല ഘട്ടങ്ങളിലും പ്രോസിക്യൂഷനും അതേപോലെ തന്നെ പ്രതിഭാഗവും ഏറ്റുമുട്ടുമ്പോൾ സാഹചര്യ തെളിവുകൾക്കപ്പുറത്തേക്ക് പലതരത്തിലുള്ള നൊട്ടേഷനുകളും കോടതിയിൽ വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതും ഈ കേസിന്റെ വിചാരണാ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഒന്നാം പ്രതിക്കെതിരെ വിഷം കൊടുത്തതിനും കൊലപാതകത്തിനും അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനുമുള്ള കുറ്റം തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ അന്തിമഘട്ടത്തിൽ വാദിച്ചു. ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും തെളിവ് നശിപ്പിച്ച കുറ്റം തെളിഞ്ഞതായും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ പ്രതികൾ നിരപരാധികളാണ് എന്ന് വാദിച്ച പ്രതിഭാഗം ഒരു പടി കൂടി കടന്ന ചില വിചിത്ര വാദങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് അന്തിമ വാദത്തിന്റെ ഘട്ടത്തിൽ കോടതിയിൽ നിരത്തുന്നതും നമ്മളൊരു കാഴ്ചയായി കണ്ടു. അതിൽ ഏറ്റവും പ്രധാനമായും അവർ പറഞ്ഞ കാര്യം, ജ്യൂസ് ചലഞ്ചിന് മുമ്പായി നടത്തിയ പാരസെറ്റാമോളിനെ കുറിച്ചുള്ള വെബ് സെർച്ച്, അതല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച്, അത് ഒന്നാം പ്രതിക്ക് പനി ആയതുകൊണ്ടാണെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വിചിത്രമായ ആദ്യവാദം. രണ്ടാമത്തേത്, ആത്മഹത്യാ പ്രവണതയുള്ള ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യുന്നതിനായി പാരക്കുറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് സെർച്ച് ചെയ്തതാണെന്നും വാദിച്ചു. മുഖം കഴുകാനായി ബാത്റൂമിൽ കയറിയ സമയം തിളപ്പിച്ചാറ്റിയ കഷായം ഷാരോൺ രാജ് കുടിച്ച ശേഷം വീട്ടിൽ നിന്നും പോയി എന്നും പ്രതിഭാഗം വാദിച്ചു. അങ്ങനെ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയതിൽ ഏതെങ്കിലും തരത്തിൽ ഉദ്ദേശപൂർവ്വമായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഉദ്ദേശം അക്കാര്യത്തിൽ ഇല്ല, ആസൂത്രണമില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗം പ്രധാനമായും വാദിച്ചത്. ഗൂഗിൾ സെർച്ച് ആയിരുന്നു പോലീസ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. കാരണം ഈ ഷാരോണിനെ കൊലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആ ദിവസങ്ങൾക്ക് മുൻപ് പല ദിവസങ്ങളിലും ഗ്രീഷ്മ നടത്തിയ വെബ് സെർച്ചുകളിലടക്കം പാരക്കുറ്റ് എന്ന് പറയപ്പെടുന്ന വിഷയത്തെക്കുറിച്ചും അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചും വെബ് സെർച്ച് ചെയ്തിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ആക്സിഡന്റിലാണ്. പാരസെറ്റാമോളിനെ കുറിച്ച് സെർച്ച് ചെയ്തത് പനിയായതുകൊണ്ടാണെന്നും മറ്റേത് ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉള്ളതുകൊണ്ടാണെന്നും പ്രതിഭാഗം വാദിച്ചു. ഏതായാലും ഈ മാസം 17-ാം തീയതി കേസിന്റെ വിധി പറയുകയാണ്. ആ വിധിയിൽ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ വരും എന്നുള്ളത് സുപ്രധാനം. ഒരു ഘട്ടത്തിൽ ഈ പ്രതിഭാഗം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കവേ ഉയർത്തിയ ഒരു കാര്യം, ഈ കേസ് നടന്നത് കേരളത്തിലേ അല്ല, മറിച്ച് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലേക്ക് ഇതിന്റെ വാദവും വിചാരണയും ഒക്കെ മാറ്റണമെന്നടക്കം വാദിച്ചു. പക്ഷേ പോലീസിന്റെ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് ഈ കേസിന്റെ അന്വേഷണത്തിലും അതേപോലെ തന്നെ കോടതിയിലേക്ക് ഈ കേസ് എത്തിയതിന്റെ വിചാരണാ ഘട്ടത്തിലും നമ്മൾ കണ്ടതാണ്. ഈ പ്രോസിക്യൂഷന് വേണ്ടി ഇന്ന് ഹാജരായത് VS വിനീത് കുമാർ, അഡ്വക്കേറ്റ് അൽഫാസ് മഠത്തിൽ, അഡ്വക്കേറ്റ് നവനീത് കുമാർ VS എന്നിവരാണ് ഹാജരായി ഈ വാദങ്ങളൊക്കെ നിരത്തിയത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർണായകമായി മാറുകയും ചെയ്തു. ഒന്നാമത്തെ കാര്യം, മെഡിക്കൽ കോളേജിൽ ഷാരോണിനെ ചികിത്സിച്ച ഡോക്ടർമാരുടെ അടക്കം മൊഴി. രണ്ടാമത്തെ കാര്യം, ഷാരോൺ അദ്ദേഹത്തിന്റെ പിതാവിന് നൽകിയ മരണമൊഴി. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, അതാ ഈ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും ഈ കഷായം, വിഷം കലർന്ന കഷായം കുടിച്ച ശേഷം ഷാരോൺ മടങ്ങവേ അദ്ദേഹം ഒരു സുഹൃത്തിന്റെ ബൈക്കിൽ വെച്ച് ഛർദ്ദിച്ചിരുന്നു. അദ്ദേഹം നൽകിയ സാക്ഷിമൊഴി അടക്കം ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ നിർണായകമായി. ഏതായാലും 17-ാം തീയതി പാറശാല ഷാരോൺ കൊലപാതക കേസിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ കേസിൽ കോടതി വിധി പറയും. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ. കേരളത്തെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു പാറശാലയിലെ ഷാരോൺ രാജിൻ്റേത്. വിചാരണ 2 മാസം കൊണ്ട് പൂർത്തിയാക്കിയതാണ് ഈ കേസിൽ ഇപ്പോൾ വിധി പറയാൻ കാരണമായിരിക്കുന്നത്. നോക്കാം ഷാരോൺ രാജ് വധക്കേസിന്റെ നാൾ വഴികൾ. പ്രണയിച്ചുവെന്ന തെറ്റു മാത്രമായിരുന്നു ഷാരോൺ രാജ് ചെയ്തത്. 4 വർഷമായി പ്രണയത്തിലായിരുന്നു ഷാരോണും ഗ്രീഷ്മയും. ഇതിനിടയിലാണ് നല്ലൊരു കല്യാണാലോചന ഗ്രീഷ്മയ്ക്ക് വരുന്നത്. ഇതോടെ ഗ്രീഷ്മയുടെ ലക്ഷ്യം മാറി. ഏതു വിധേനയും ഷാരോണിനെ ഒഴിവാക്കി പുതിയ ജീവിതം തുടങ്ങാനായിരുന്നു ലക്ഷ്യം. ഇതിനായി മെല്ലെ ഷാരോണിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. വീട്ടുകാർ ആരുമില്ലാത്ത ദിവസം തന്ത്രപൂർവ്വം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ഷാരോണിന് താൻ കുടിക്കുന്ന കഷായമാണെന്നും രുചിച്ചു നോക്കാൻ പറ്റുമോ എന്നും വെല്ലുവിളിച്ചു. ചലഞ്ച് ഏറ്റെടുത്ത ഷാരോൺ അറിഞ്ഞിരുന്നില്ല താൻ വിശ്വസിച്ചത് ഗ്രീഷ്മയുടെ മരണക്കെണിയായിരുന്നുവെന്ന്. കഷായം കുടിച്ച ഷാരോൺ മണിക്കൂറുകൾക്കുള്ളിൽ അവശനായി. രക്തം ഛർദ്ദിച്ചു. ആശുപത്രിയിൽ ചികിത്സ തേടി.
ചികിത്സാ കാലയളവിലും സുഖവിവരം അന്വേഷിച്ച് ഗ്രീഷ്മ ബന്ധപ്പെട്ടു. സന്ദേശങ്ങൾ അയച്ചു. തന്നിൽ സംശയം ജനിപ്പിക്കാതിരിക്കാനുള്ള നീക്കമായിരുന്നു. ജീവനോട് മല്ലിടുമ്പോൾ പോലും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചില്ല. ചികിത്സയിലിരിക്കെ കൃത്യം 11 ദിവസത്തിനു ശേഷം ഒക്ടോബർ 25-ന് ഷാരോൺ കൊല്ലപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമെന്ന് ബോധ്യപ്പെട്ടു. പിന്നാലെ അന്വേഷണം ഗ്രീഷ്മയിലേക്ക്. ശാസ്ത്രീയ തെളിവുകളാണ് ഗ്രീഷ്മയെ കുടുക്കിയത്. ആളെ എളുപ്പത്തിൽ കൊല്ലാൻ പറ്റുന്ന വിഷങ്ങളെക്കുറിച്ച് ഗ്രീഷ്മ ഗൂഗിളിൽ തപ്പിയതിന്റെ രേഖകൾ നിർണായകമായി. അമ്മാവൻ കൃഷിക്കുപയോഗിക്കുന്ന കളനാശിനിയാണ് ഷാരോണിന്റെ ജീവനെടുത്തത്. കഷായത്തിൽ തുരിശു കലർത്തിയാണ് ഷാരോണിന് നൽകിയത്. ഗ്രീഷ്മയിൽ നിന്ന് നിർണായക വിവരങ്ങൾ വേറെയും ലഭിച്ചു. നേരത്തെ ജ്യൂസിൽ വിഷം കലർത്തിയും ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. 90 ദിവസത്തിനകം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് ഗ്രീഷ്മയെ വനിതാ തടവുകാരിയുടെ പരാതിയിൽ മാവേലിക്കര ജയിലിലേക്ക് മാറ്റി. 11 മാസമായി ജയിൽവാസം തുടരുന്നതിനിടെ 2023 സെപ്റ്റംബർ 26-ന് ഹൈക്കോടതി ഗ്രീഷ്മയ്ക്ക് ജാമ്യം നൽകി. കേസ് തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് വിചാരണ വൈകിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഹൈക്കോടതി ഹർജി തള്ളി. 2024 ഒക്ടോബർ 15-ന് വിചാരണ തുടങ്ങി. 2 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കിയാണ് കേസിൽ വിധി പറയുന്നത്. കൃത്യത്തിനു ശേഷം ഗ്രീഷ്മയെ രക്ഷപ്പെടാൻ സഹായിച്ച മാതാവും അമ്മാവനുമാണ് കേസിലെ കൂട്ടുപ്രതികൾ. ന്യൂസ് ഡെസ്ക് 24. എന്തായാലും 17-ാം തീയതി വിധി വരും. മറ്റൊരു വിയോഗത്തിന്റെ വാർത്ത ഇപ്പോൾ ശബരിമലയിൽ നിന്ന് വരുന്നു. ശബരിമല സന്നിധാനത്ത് ഒരു തീർത്ഥാടകൻ കുഴഞ്ഞു വീണ് മരിച്ചു. തമിഴ്നാട്ടിലെ വെല്ലൂർ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. 45 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 18-ാം പടിക്ക് സമീപമാണ് അദ്ദേഹം കുഴഞ്ഞു വീണത്. സന്നിധാനത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് മുസ്ലിം ലീഗിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഞ്ഞടിച്ചു. ജമാഅത്ത് ഇസ്ലാമിയും SDPIയും UDF-നൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു. ലീഗിന് ഇപ്പോൾ വല്ലാത്ത പ്രതിപത്തിയാണ് അവരോട് ചോദിച്ചാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ലീഗ് ഇതിനെല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നു. 4 വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ CPM തയ്യാറല്ലെന്നും മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോ നീക്കിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അത് അങ്ങേയറ്റം വിനാശകരമായതാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തം കാത്തിരിക്കുന്നുണ്ടാകും എന്നത് മാത്രം ഓർത്താൽ നല്ലതാണ്. മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്ന് മാത്രമേ വർഗീയത എതിരിടാൻ കഴിയൂ. മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുകയും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അത് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തലല്ല, വർഗീയതയാണ് ശക്തിപ്പെടുത്തുക. വർഗീയത നിങ്ങളെ തന്നെ വിഴുങ്ങിയെന്ന് വരും. അതും മനസ്സിലായിക്കൊള്ളണം. ഇത് 4 വോട്ടിന്റെ പ്രശ്നമോ 2 സീറ്റിന്റെ പ്രശ്നമോ അല്ല, നാടിന്റെ ഭാവിയുടെ പ്രശ്നമാണ്. ഈ കാര്യത്തിൽ കറകളഞ്ഞ നിലപാടാണ് CPIM-ന്. ഒരു വിട്ടുവീഴ്ചയും വർഗീയതയോടില്ല. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറുമല്ല. MD വാസുദേവൻ നായരുടെ വീട്ടിൽ ഇന്ന് കുടുംബത്തെ കാണാൻ മമ്മൂട്ടി എത്തി. മറക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വീട്ടിലെത്തിയതെന്നായിരുന്നു മമ്മൂട്ടിയുടെ വൈകാരിക പ്രതികരണം. MTയുടെ വിയോഗ സമയത്ത് മമ്മൂട്ടി വിദേശത്തായിരുന്നു. നാട്ടിലെത്തിയ ഉടൻ ഓടിയെത്തുകയായിരുന്നു സിത്താര എന്ന വീട്ടിലേക്ക്. MTയുടെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ മമ്മൂട്ടി MTയുമായി ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തി. ആ വൈകാരികത അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലും കാണാമായിരുന്നു. പോയിട്ട് 10 ദിവസമായി, മറക്കാത്തതുകൊണ്ടല്ലേ വന്നത്, അത്രേ ഉള്ളൂ, മറക്കാൻ പറ്റാത്തതുകൊണ്ട്. 15 മിനിറ്റിലധികം അദ്ദേഹം MTയുടെ കുടുംബത്തിനൊപ്പം ചെലവിട്ടു. നടൻ രമേശ് പിഷാരടിയും ഒപ്പമുണ്ടായിരുന്നു. 24 കോഴിക്കോട്. ചൈനയിൽ നിന്ന് വലിയൊരു അത്യാഹിതത്തിൻ്റെ വാർത്ത ഇപ്പോൾ വരുന്നു. ലോകം കോവിഡ് ഭീതിയിൽ നിന്ന് വിട്ടുമാറും മുമ്പേ ചൈനയിൽ മറ്റൊരു ഭീകര വൈറസ് വ്യാപനമുണ്ടായി എന്ന് റിപ്പോർട്ട് വരുന്നു. HMPV വൈറസ് വ്യാപകമായി രോഗബാധ ഉണ്ടാക്കുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ ചൈന ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കോവിഡ് മഹാമാരിക്ക് 5 വർഷങ്ങൾക്ക് ശേഷം ചൈനയിൽ വീണ്ടും ഒരു വൈറസ് വ്യാപനമെന്നാണ് റിപ്പോർട്ട്. ചൈനയിലെ ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞുവെന്നും വിവരമുണ്ട്. എന്നാൽ വൈറസ് വ്യാപനം സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയോ ചൈനയോ ഔദ്യോഗിക വിവരം പുറത്തുവിട്ടിട്ടില്ല. കുട്ടികളെയും പ്രായമായവരെയുമാണ് വൈറസ് കൂടുതലായി ബാധിക്കുന്നത്. കോവിഡിന് സമാനമായ പനി പോലുള്ള ലക്ഷണങ്ങളാണ് HMPV വൈറസ് ബാധിതരിലും കണ്ടുവരുന്നത്. രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ എന്നിവയായി മാറും. മാസ്ക് ധരിച്ച് ചൈനയിലെ ആശുപത്രികളിലെത്തുന്ന രോഗികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്.
ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. നിലവിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിന് പ്രതിരോധ വാക്സിൻ ഇല്ല എന്നതും ആശങ്ക ഇരട്ടിയാക്കുന്നു. ന്യൂമോവിരിഡ വിഭാഗത്തിൽപ്പെട്ട HMPV 2001 ആദ്യമായി കണ്ടെത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇനി ശബരിമലയിലേക്ക് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ വരുമാനവും തീർത്ഥാടകരുടെ എണ്ണവും കുത്തനെ കൂടി. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് 82 കോടി രൂപയാണ് അധിക വരുമാനമായി കിട്ടിയത്. വാരാന്ത്യമായതുകൊണ്ട് വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതിൻ്റെ ശബരിമല സന്നിധാനത്തെ തീർത്ഥാടകൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഞാൻ ഈ കാര്യം നേരത്തെ പറഞ്ഞു. തമിഴ്നാട്ടിലെ വെല്ലൂർ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. രാഹുൽ സുരേഷ് സന്നിധാനത്തു നിന്നും ചേരുന്നു. രാഹുൽ, ഭക്തജന തിരക്ക് എത്രമാത്രം കൂടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? സന്നിധാനത്ത് വാരാന്ത്യ തിരക്ക് തുടരുകയാണ്. ഇന്നലെ രാത്രി ആരംഭിച്ച തീർത്ഥാടക പ്രവാഹം ഇപ്പോഴും തുടരുന്നു. 80,000-ഓളം തീർത്ഥാടകരാണ് ഇന്ന് ഇതുവരെ ദർശനം നടത്തിയിട്ടുള്ളത്. ഇനിയും ദർശന സമയം 11 മണി വരെയുണ്ട്. അപ്പോൾ ഇന്നലത്തേതിന് സമാനമായി ഒരു 90,000-ന് മുകളിലേക്ക് തീർത്ഥാടകരുടെ എണ്ണം ഇന്നും പോകാനാണ് സാധ്യത. അതേസമയം ഇപ്പോഴും ദർശനത്തിനായി നീണ്ട ക്യൂ ആണ് സന്നിധാനത്തും അതോടൊപ്പം തന്നെ 18-ാം പടിക്ക് അപ്പുറത്തും ഉള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സന്നിധാനത്തെ ക്യൂ കോംപ്ലക്സിൽ നിൽക്കുന്ന തീർത്ഥാടകരുടെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുമ്പോൾ തീർത്ഥാടകരുടെ ക്യൂ ഇപ്പോൾ ശബരി പീഠം വരെ നീണ്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം 41 ദിവസം നീണ്ട മണ്ഡലകാലത്തെ വരവ് ചിലവ് കണക്കുകൾ കൂടി ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്തവണ 32 ലക്ഷത്തോളം തീർത്ഥാടകരാണ് കഴിഞ്ഞ 41 ദിവസത്തിനുള്ളിൽ തീർത്ഥാടനം നടത്തിയത്. ഇത്തവണ 297 കോടി രൂപയാണ് ആകെ വരുമാനം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 82 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചത്. അരവണ ഇനത്തിൽ 101 കോടി രൂപയാണ് വരുമാനമായി ലഭിച്ചത്. കാണിക്ക ഇനത്തിൽ 80 കോടി രൂപയും അധികമായി ലഭിച്ചിട്ടുണ്ട്. അതേസമയം അല്പം മുമ്പ് പുറത്തു വന്ന ഒരു സങ്കടകരമായ വാർത്ത ശബരിമല സന്നിധാനത്ത് ഒരു തീർത്ഥാടകൻ കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ളതാണ്. തമിഴ്നാട് വെല്ലൂർ സ്വദേശിയായിട്ടുള്ള മണികണ്ഠനാണ് ഇന്ന് ഉച്ചയോടുകൂടി 18-ാം പടിക്ക് സമീപം കുഴഞ്ഞു വീണ് മരിച്ചത്. ഉടൻ തന്നെ അദ്ദേഹത്തെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖകരമായ വാർത്തയും പങ്കുവെക്കുകയാണ്. അതേസമയം ഇപ്പോൾ സന്നിധാനത്ത് പുഷ്പാഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇനി വീണ്ടും തീർത്ഥാടകരെ ദർശനത്തിനായി അവിടേക്ക് കടത്തിവിടുക. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. ഇനി ഇന്നത്തെ ചടങ്ങുകൾ ശബരിമലയിൽ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സിംഗപ്പൂരിൽ നിന്ന് ആശയുടെ ഒരു സന്ദേശം. ഈ ചൈനയിലാണ് എല്ലാം ആദ്യം വരുന്നത്. കാരണം എന്താ, എല്ലാം വേവിക്കാതെ അവർ കഴിക്കും. പിന്നെ എങ്ങനെയാണ് വരാതിരിക്കുക? ഞാനിവിടെ കാണുന്നില്ല. അതായത് സിംഗപ്പൂരിലും ആളുകൾ വേവിക്കാതെ കഴിക്കുന്ന പറഞ്ഞു. മീൻ പോലും മര്യാദയ്ക്ക് വേവിച്ച് തിന്നില്ല എന്നാണ് ആശ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണോ പുതിയ വൈറസ് വന്നത് എന്ന് നമുക്കറിയില്ല ആശ. ഇനി ഇന്നത്തെ വാർത്താപ്പകൽ സംഭവിച്ച വാർത്തകളിലൂടെ വാർത്താപ്പകൽ. കായികമേളയിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്കെതിരായ വിലക്കിലുറച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികളുടേത് വൈകാരിക പ്രതികരണമെന്നും വിലക്ക് പിൻവലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സ്കൂൾ മാനേജ്മെന്റുകൾ. മരിച്ച നിലയിൽ കണ്ടെത്തിയ വയനാട് DCC ട്രഷറർ NM വിജയന് 1 കോടി രൂപയോളം സാമ്പത്തിക ബാധ്യതയെന്ന് പോലീസ്. ബത്തേരി അർബൻ ബാങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിലും ബാധ്യതയുണ്ടെന്ന് കണ്ടെത്തൽ. നിയമനക്കോഴ വാങ്ങിയവർ ഇപ്പോഴും പുകമറയ്ക്കുള്ളില്ലെന്ന് ബത്തേരി അർബൻ ബാങ്ക് ചെയർമാനും DCC ജനറൽ സെക്രട്ടറിയുമായ DP രാജശേഖരൻ 24നോട്. VP അനിൽ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പദവിയൊഴിഞ്ഞ് EN മോഹൻദാസ്. കേരള കോൺഗ്രസും LDFന് മുതൽക്കൂട്ടെന്ന് CPIM കോട്ടയം ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ട്. പാലക്കാട് BJPയിൽ വീണ്ടും പൊട്ടിത്തെറി. ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ പാർട്ടി വിട്ട് AV ഗോപിനാഥ് നേതൃത്വം നൽകുന്ന വികസന മുന്നണിയിൽ ചേരും. ജില്ലാ നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ ഇടപെടലുകളാണ് പാർട്ടി വിടാൻ കാരണമെന്ന് സുരേന്ദ്രൻ തരൂർ. കോഴിക്കോട് വടകരയിൽ കാരവാനിൽ യുവാക്കൾ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചെന്ന് സ്ഥിരീകരണം. ജനറേറ്ററിൽ നിന്നുള്ള വിഷവാതകം പ്ലാറ്റ്ഫോമിലെ ദ്വാരം വഴി കാരവാനിലെത്തിയെന്ന് NIT സംഘത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തൽ.
കലോത്സവം നടത്തിയപ്പോൾ സർക്കാരിന് ഇന്ന് ഹൈക്കോടതിയുടെ വിമർശനം കിട്ടി. സ്കൂൾ കലോത്സവ മൂല്യനിർണ്ണയത്തിൽ ദുർഗന്ധം വന്ന ഹൈക്കോടതി സ്കൂൾ കലോത്സവ പരാതികൾ പരിഗണിക്കാൻ പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്ന് കോടതി പറഞ്ഞു. കലോത്സവ പരാതികൾ പരിഹരിക്കുന്നതിനായി ഹൈക്കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, വിശദാംശങ്ങൾ പറയൂ. റവന്യൂ ജില്ലാ കലോത്സവത്തിലെ മത്സരവുമായി ബന്ധപ്പെട്ട് നേഹ നായർ എന്ന പെൺകുട്ടിയാണ് ഈ ആക്ഷേപം ഉന്നയിച്ച് കോടതിയിലെത്തിയത്. ജസ്റ്റിസ് സി ജയചന്ദ്രനാണ് ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കുകയുണ്ടായത്. ഇതിൽ കോടതി രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നു സർക്കാരിനെ. സ്കൂൾ കലോത്സവ മൂല്യനിർണ്ണയത്തിൽ ദുർഗന്ധമാണെന്ന് കോടതി പറയുന്നു. കലോത്സവ മൂല്യനിർണ്ണയത്തിന്റെ വേരുകൾ തേടിപ്പോയാൽ അക്കാര്യം വ്യക്തമാകും എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. വിധികർത്താക്കളുടെ പശ്ചാത്തലം കൃത്യമായി പരിശോധിക്കാതെയാണ് നിയമനമെന്ന് ഹൈക്കോടതി ആക്ഷേപം ഉന്നയിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കാൻ അനുമതി തേടി കുച്ചിപ്പിടി മത്സരാർത്ഥി നേഹ വി നായർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ വിമർശനം. അതേസമയം തന്നെ കോടതി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ കലോത്സവ ട്രിബ്യൂണൽ രൂപീകരിക്കണം എന്നുള്ളതാണ്. സ്കൂൾ കലോത്സവ പരാതികൾ പരിഗണിക്കാൻ പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കണമെന്നാണ് കോടതി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. കലോത്സവ മൂല്യനിർണ്ണയ പ്രശ്നം പരിഹരിക്കാനാണ് ഈ ട്രിബ്യൂണൽ അനിവാര്യമായിട്ടുള്ളത്. കലോത്സവ പരാതികൾ പരിഹരിക്കാനായി ഹൈക്കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താനാകില്ലെന്നും കോടതി പറയുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ ആരംഭിക്കുന്നു. ആ ഘട്ടത്തിലാണ് കോടതിയുടെ ഈ ഇടപെടൽ. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കലോത്സവത്തിനായി ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിട്ടയർഡ് ജഡ്ജിയുടെ സേവനം ഉപയോഗിക്കാം. അതേപോലെ IAS ഓഫീസറിൻ്റെ സേവനവും കൂടി എടുത്ത് ഒരു 3 പേരടങ്ങുന്ന ഒരു ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നതിൻ്റെ കാര്യം മറുപടി പറയാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. നിയന്ത്രണം വിട്ടൊരു ബൈക്ക് മതിലിടിച്ച് 47കാരൻ മരിച്ചു. അഞ്ചൽ ആലഞ്ചേരിയിലാണ് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച് 47കാരൻ്റെ മരണമുണ്ടായത്. അഞ്ചൽ കരുകോൺ പാലൂർ വീട്ടിൽ അനിൽകുമാറാണ് മരിച്ചത്. 47 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കരുകോണിൽ നിന്ന് ആലഞ്ചേരിയിലേക്ക് വരുമ്പോൾ ആലഞ്ചേരിക്ക് സമീപം വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. അനിൽകുമാറിനെ അഞ്ചലിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇനി വാൽകൃഷ്ണൻ. ഇടയ്ക്കിടയ്ക്ക് വിവാദ പരാമർശങ്ങൾ നടത്തുന്ന ഒരു മന്ത്രിയുണ്ട് നമുക്ക്. കൂട്ടുകാർ ഒരുമിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് പുക വലിക്കും. താനും പുക വലിച്ചിട്ടുണ്ട്, മന്ത്രി തുറന്നു പറഞ്ഞു. അത് വിവാദമായി. ലഹരിമുക്ത ക്യാമ്പയിനുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന പാർട്ടിക്ക് വല്ലാത്ത തലവേദനയായി കാണും. അങ്ങനെ ആയോ? കാണാം. അഫ്സൽ തയ്യാറാക്കിയ വാൽകൃഷ്ണൻ. CPMന്റെ ജില്ലാ സമ്മേളനങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സഖാക്കളങ്ങോട്ട് ഉടച്ചു വാർക്കാനുള്ള എന്തൊക്കെ തീരുമാനങ്ങളാണെന്നറിയോ അവിടെ നടപ്പിലാക്കുന്നത്? അടിച്ചു കാച്ചല് ഒരു സൈഡില്, മറ്റൊരു സൈഡില് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനായിട്ട് വളരെ നല്ല ഒരു ടീം. ഇന്നും അതിനെതിരെയുള്ള ക്യാമ്പയിൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മദ്യം, അത് മയക്കുമരുന്ന്, ഇതിനൊക്കെ എതിരായിട്ടുള്ള ശക്തമായ ക്യാമ്പയിൻ ഗവൺമെന്റ് നടത്തുകയാണ്. അപ്പൊ പുകവലി, മദ്യപാനമൊക്കെ നിർത്താൻ താല്പര്യമുള്ളവർക്ക് സഖാവും മന്ത്രിയുമായിട്ടുള്ള സജി ചെറിയാൻ നടത്തിയ ഒരു ക്യാമ്പയിന്റെ ചില ഭാഗങ്ങൾ കാണാം. ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ്. സർക്കാർ എന്ത് ക്യാമ്പയിന് നടത്തുന്നുണ്ട് എന്നാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്? ഇന്നും അതിനെതിരെയുള്ള ക്യാമ്പയിൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനൊക്കെ എതിരെയാണ് ക്യാമ്പയിന്? പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? ഓക്കെ, അപ്പൊ ഇനി ക്യാമ്പയിന്റെ അടുത്ത സ്റ്റെപ്പ്. ഞാൻ വലിക്കുമായിരുന്നു, MD വലിക്കുമായിരുന്നു. പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ പറയണമല്ലോ. കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും സ്മോക്ക് ചെയ്യുമായിരുന്നു. വസ്തുതയാണ്. ചെയ്യേണ്ട രീതി ഇതായിരുന്നു. അവരെ ഉപദേശിക്കുകയും തെറ്റുതിരുത്താണ് അവസരം കൊടുക്കുകയും ചെയ്യേണ്ട രീതിയിൽ പോകാതെ കേസെടുത്തു. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടിയിടിക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാനേ പള്ളിയിലച്ഛനല്ല, പോലീസുകാരനാണ്. അവര് കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പോ ഒരു പോ വലിച്ച. കൊച്ചു കുട്ടികള് ഒരു കൊച്ചു പുകെടുത്താല് എന്താ പ്രശ്നല്ലേ? വലിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. കുഞ്ഞുങ്ങൾ പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടികളാണ്. പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടികളാണ്, വലിയ പ്രശ്നമാക്കണ്ടല്ലേ? പക്ഷെ സർക്കാർ എന്തോ നടത്തുന്നുണ്ടല്ലോ. ഇന്നും അതിനെതിരെയുള്ള ക്യാമ്പയിൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുക. ഒരു സംശയം വേണ്ട, നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും പുരോഗമനത്തിന്റെ വഴിയിൽ കേരളം സഞ്ചരിക്കുക തന്നെ ചെയ്യും. അതിന് പുരോഗമനം വേണ്ടാന്ന് മന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ്, കേസെടുക്കുന്നതിന് മുമ്പ് കുട്ടികളാണ്, അവരെ ഉപദേശിക്കണം. ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഇൻജൂരിയസ് ആയിട്ട് കാര്യമാണ്, നമുക്കെല്ലാം അറിയാം. പക്ഷെ ഇടക്കൊക്കെ നമ്മൾ ചെറുതായിട്ട് അല്ലേ, ഞാൻ വലിക്കുമായിരുന്നു, പറഞ്ഞങ്ങോട്ട് കുടുങ്ങുക. അതാണ് മൂപ്പരുടെ ഒരു ലൈന്. എന്റെ ദൈവമേ, ഞാൻ ആലോചിക്കുമായിരുന്നു, ഈശ്വരനോ എന്താണ് കോട്ടപ്പള്ളി ഇത്?
നമ്മുടെ പാർട്ടിക്ക് ഈശ്വരൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇങ്ങനെ നിങ്ങൾ ക്യാമ്പയിനിങ് നടത്തിയാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ പോളിടെക്നിക്കിലെ കുട്ടികൾ ഓരെന്ത് പറയും? ദേശം മനുഷ്യത്വം വേണമെന്നാണ് വളരെ വിനയപൂർവ്വം ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇതുപോലെ എന്തൊക്കെ പുരോഗമനങ്ങൾ പഠിപ്പിക്കും, എന്തൊക്കെ ജീവിത രീതികളിൽ മാറ്റങ്ങൾ വരുത്തുന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. പ്രൈം ടൈം ഇനി നാളെ രാത്രി 8:30 സംപ്രേഷണം ചെയ്യും. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ.